അഹമ്മദ് ഖസ്റജിയുടെ കയ്യിൽ നിന്നാണ് ഈ മുടി ഏറ്റുവാങ്ങിയത്. ഈ അഹമ്മദ് ഖസ്റജി മുടിയെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ 11ാമത്തെ പേജിൽ, ആ ഗ്രന്ഥത്തിന്റെ ലോകത്തിന്റെ പല ദിക്കുകളിലും റസൂലുള്ളാഹിന്റെ മുടി ഉണ്ട് എന്ന് പറയാൻ എഴുതിയൊരു പുസ്തകം. മൊറോക്കോ, ലബനാൻ, സുഡാൻ, അൾജീരിയ, ഈജിപ്ത്, സൗദി, അത് മദീന, മക്ക എന്നൊക്കെ എണ്ണി. ആ കൂട്ടത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇല്ല. അഹമ്മദ് ഖസ്റജിയിൽ നിന്ന് കാന്തപുരം വാങ്ങി എന്ന് പറയുന്ന മുടിയെക്കുറിച്ച് അഹമ്മദ് ഖസ്റജി എഴുതിയ പുസ്തകത്തിലില്ല. പോയിന്റ് നമ്പർ 7 ഓർക്കണം. പോയിന്റ് നമ്പർ 7 എന്ത്? ലോകത്തെവിടെയൊക്കെ റസൂലുള്ളാഹിന്റെ മുടിയുണ്ട് എന്ന് ഇതിനു വേണ്ടി എഴുതിയ പുസ്തകത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഇല്ല, ഒരിടത്തുമില്ല. ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ മാത്രമല്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾക്കൊള്ളുന്ന ആ രാജ്യങ്ങളിൽ ഒരിടത്തും ഈ മുടിയെക്കുറിച്ചുള്ള പരാമർശമില്ല. പോയിന്റ് നമ്പർ 8, അഹമ്മദ് ഖസ്റജിയുടെ പിതാവ് മുഹമ്മദ് ഖസ്റജി 2006 മരിച്ച്. 2006 മരിക്കുന്നത് വരെ അവിടെ ഇങ്ങനെ ഒരു മുടിയുള്ളതിനെ കുറിച്ച് ലോകത്താർക്കും അറിയില്ല. പോയിന്റ് നമ്പർ 9 നോട്ട് ചെയ്തോളൂ. 9ാമത്തെ പോയിന്റ് നോട്ട് ചെയ്തോളൂ. പിന്നെയോ ആ അഹമ്മദ് ഖസ്റജി എഴുതിയ പുസ്തകത്തിലെ റസൂലുള്ളാഹിന്റെ മുടി ഉണ്ട് എന്ന് പറയുന്നിടത്ത് നബിയുടെ മുടിയുടെ നീട്ടം എത്ര? ഈ വിരലിന്റെ വലിപ്പം. പിന്നെ അതെങ്ങനെ 1 മീറ്ററിലധികമായി? അതെന്താ സംഭവം എന്നറിയോ? ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ആ മുടിയുടെ ബിസിനസ് എടുത്താനേ ആദ്യം മന്ദബുദ്ധി ചിന്തിച്ചുള്ളൂ. പിന്നെ ഇബ്ലീസ് വന്നിട്ട്, അല്ല ചങ്ങായി, എന്തൊരു മനുഷ്യനായി, ഇങ്ങനെ ഇത്രയുള്ള മുടി എന്റെ കയ്യിലുള്ളതാണ് കുടുങ്ങിയില്ലേ? ഇന്ത്യയിൽ മുഴുവനും ഈ മുടിയിട്ട വെള്ളം എങ്ങനെ എത്തിക്കും? ഇന്ത്യക്കാർ മുഴുവനും മർക്കസിലേക്ക് വന്നാൽ എന്തായിരിക്കും അവിടെ? അതുകൊണ്ട് നീ പറ. ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു, നീ പറ, നീളുള്ള മുടിയാന്ന് പറ. എന്നാലോ ഓരോ സ്റ്റേറ്റിന് കോടിക്കണക്കിന് ഉറുപ്പിക്ക് ഒരു കഷ്ടം മുടി കൊടുക്കാം. അപ്പൊ ഇബ്ലീസ് പിന്നെയും സമീപിച്ച്, എന്തൊരു മന്ദബുദ്ധിയാണോ നിനക്ക്, നീ എന്താ ആലോചിക്കാത്ത ചെങ്ങായി? സ്റ്റേറ്റിലേക്കൊക്കെ ഈ മുടി 1 മീറ്ററോളം നീളമുള്ള മുടി കട്ട് ചെയ്തത് തീരൂലേ? അതുകൊണ്ട് ഇബ്ലീസ് പറഞ്ഞു കൊടുത്ത്, പറ, മുടി നീണ്ടുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം നമ്മുടെ ഇതേ സ്ഥാപനത്തിൽ വെച്ച് MSMന്റെ ജാലകം എന്ന് പറയുന്ന വളരെ മഹത്തായ വെക്കേഷൻ സമയത്ത് ഒരു 8ാം ക്ലാസ് മുതൽ അങ്ങ് ഡിഗ്രി വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ ഏറെ സാധ്യതകളുള്ള ഒരു സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഇന്ന് ജാലകം എന്ന പ്രോഗ്രാം MSMന്റെ പേരിൽ ഇവിടെ നടക്കാൻ പോവുകയാണ് അസറിന് ശേഷം. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കൾ നശിച്ചു പോകാൻ ഏറെ സാധ്യതയുള്ള ഒരു മണ്ണിലും സിറ്റുവേഷനിലും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചാനലും ഐഡിയ സ്റ്റാർ സിംഗറും സംഗീതവും സിനിമയും അരങ്ങു തകർത്ത് നൃത്തമാടുന്ന ഈ ഒരു വല്ലാത്ത അഭിശപ്ത ആസുര കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ എങ്ങനെ അവരെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച് നന്നാക്കണം എന്നതിനെ കുറിച്ച് ഗൗരവമായി നാം ആലോചിക്കേണ്ട ഒരു ഘട്ടത്തിലാണുള്ളത്. വളരെ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം നിങ്ങളെല്ലാം അത് മുകളിലേക്കെടുത്തു. 120-ലധികം കുട്ടികൾ 3 ദിവസം ഇവിടെ നിന്ന് പഠിക്കൽ. ഇന്ന് വെള്ളി, നാളെ ശനി, മറ്റന്നാളെ ഞായർ. ഭക്ഷണവും താമസവും എല്ലാം ഒരുക്കി വ്യത്യസ്ത പണ്ഡിതന്മാരുടെ വ്യത്യസ്ത വിഷയങ്ങളിലെ അഗാധമായ ക്ലാസുകൾ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ഈ 3 ദിവസം. 2 മാസത്തെ വെക്കേഷനിൽ ടൂർ പോയവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം, വിദേശ രാജ്യങ്ങളിൽ പോയവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. സംഗീതം പഠിപ്പിക്കാൻ പെൺകുട്ടികളെ ഏറ്റവും മോശമായ വേഷവിധാനങ്ങൾ ധരിപ്പിച്ച് കൊണ്ടുപോയി വെക്കേഷൻ സമയത്ത് ചേർത്തവരുണ്ടാകാം. ഇംഗ്ലീഷിനും കണക്ക് പഠിക്കാനും കൊണ്ടുപോയവരുണ്ടാകാം. മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ പഠിച്ചവനെ, എന്റെ പിതാവെന്ന ദീന് പഠിപ്പിച്ചില്ല, എന്റെ മാതാവെന്ന ദീന് പഠിപ്പിച്ചില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ 46-ാം അധ്യായത്തിൽ, അതല്ല തന്റെ, അതല്ല തള്ളേ, പരലോകമുണ്ട് എന്ന് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് മക്കൾ ചോദിക്കും. അങ്ങനത്തെ മക്കളെ നിങ്ങൾ വളർത്തരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 46-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. മോനെ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ യാ ബുനയ്യ അഖിമിസ് സ്വലാ യാ ബുനയ്യ ഇന്ന ശിർക ലദുൻ നമീം യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ എന്ന് വിളിച്ച് പിതാവ് ഉപദേശിച്ച ആ മക്കളുടെ പാരമ്പര്യം നാം ഓർക്കണം. അമ്പിയാക്കൾ വാർത്തെടുത്ത ഇസ്മായിലെ, നിന്നെ അറുക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് മോനെ എന്ന് കേൾക്കേണ്ട താമസം. കടന്നു കൊടുക്കുന്ന മക്കളെ, അനുസരിച്ചു കൊടുക്കുന്ന മക്കളെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പടപെടുന്ന മക്കളെ, വരുന്ന യുവതലമുറ മയക്കുമരുന്നിനും മദ്യത്തിനും
അഴിമതികളിലും തോന്നിവാസങ്ങളിലും അഭിലാഷികളിലും മുഴുകി നാടിനും ലോകത്തിനും ഉപകാരമില്ലാത്തവരായി, രാജ്യദ്രോഹികളായി, ഭീകരവാദികളായി, നാട്ടുനടപ്പുകൾക്കും നാട്ടാചാരങ്ങൾക്കും അനുകൂലമായി ജീവിച്ച് തകർന്ന് തരിപ്പണമായി അവരെക്കുറിച്ചോർത്ത് വിലപിച്ച് അവസാനം ഒരു കൊച്ചു കുപ്പിയിലെ വിഷാംശം കുടിച്ച് അല്ലെങ്കിൽ ഒരു കയറിൽ തൂങ്ങി മരിച്ച് ലോകത്തോട് വിട പറയാൻ ഗതികേറുള്ള ഒരു സൊസൈറ്റി അല്ല മുസ്ലിം ഉമ്മത്ത്. ആയതിനാൽ ഇന്ന് വൈകുന്നേരം ആരംഭിക്കുന്ന ഈ വിഷയത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നടക്കുന്ന കൃത്യമായ സിസ്റ്റമാറ്റിക്കലായ ജാലകം എന്ന പ്രോഗ്രാമിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടാക്കുക. ഏത് വിധേനയും 2 വീലറിലോ 4 വീലറിലോ ഒക്കെ 6 മണിയോടുകൂടി ഫുള്ളാകുന്ന രൂപത്തിൽ സകല മക്കളെയും നിങ്ങൾ കൊണ്ടുവരിക. 8ാം ക്ലാസ് മുതൽ അങ്ങോട്ട് ഡിഗ്രി വരെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ചേർക്കുക. അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തും പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടു. മൂർച്ചയുള്ളതും മൂർച്ചയേറിയതുമായ വാക്കുകൾ. സഹോദരങ്ങളെ, ഈ സമൂഹത്തിന്റെ അബദ്ധസഞ്ചാരം കണ്ട് വേദനിക്കുന്ന ഹൃദയവുമായി ഒരു പ്രബോധകൻ എന്ന നിലയിൽ ഇതിന്റെ വസ്തുത ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ചിന്തിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, കാര്യങ്ങളെ അപഗ്രഥന സ്വഭാവത്തോടുകൂടി വിലയിരുത്തുക. കേട്ടതിന്റെ പിന്നാലെയൊക്കെ പോകുന്ന നിങ്ങൾക്കറിവില്ല ഇത് റസൂലിന്റെ മുടിയാണോ, നിങ്ങൾക്കൊരിക്കലും അറിയില്ല. മാത്രമല്ല ജീവിതത്തിൽ നാവനക്കിയ കള്ളം മാത്രം പറഞ്ഞ് ശീലിച്ചൊരു നേതാവാണ് പറയുന്നത് ഇത് റസൂലിന്റെ മുടിയാണ്. ലോകത്താദ്യമായി അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ ആയത്ത് അല്ലല്ലാത്തവരെ ആരാധിക്കാൻ തെളിവായി ഉദ്ധരിച്ച നേതാവാണ് ഈ നേതാവെന്നും കൂടി നിങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കും, അള്ളാഹുവിനെ ഭയപ്പെടീൻ, സഹാബിമാര് ജീവിച്ച പോലെ ജീവിക്കാൻ നോക്കി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ നന്മകളും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പണ്ഡിത പുരോഹിതന്മാരുടെ ഷർറുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടും നമ്മളെ കാഫറാക്കിയും മുശ്രിക്കാക്കിയും മരിപ്പിക്കുന്ന ഈ മഹാശത്രുക്കളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യത്തിന്റെ സത്പാന്താവിലൂടെ സഞ്ചരിച്ച് ഹൃദയം ശുദ്ധീകരിച്ച് ഏറ്റവും ഉന്നതമായ മൂല്യങ്ങളെ ഉൾക്കൊണ്ട് ലോകത്തിന് നന്മ പ്രകാശനം ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.